വണ്ടൻമേട് അണക്കരയിൽ നിന്നും മാലിയിൽ നിന്നുമുള്ള പുഴകൾ കൂടിച്ചേർന്നിടമാണ് കൂട്ടാർ. വണ്ടൻമേട്, പാമ്പാടുംപാറ, നെടുങ്കണ്ടം തുടങ്ങിയ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന കൂട്ടാർ ഈ പ്രദേശത്തിന്റെ പ്രധാന ജലസ്രോതസ്സായിരുന്നു. കൃഷിക്കും കുടിവെള്ളത്തിനുമായി കൂട്ടാറിനെ ആശ്രയിച്ചിരുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഇന്ന് കൂട്ടാറിൽ ഒരു തുള്ളി ജലം പോലും അവശേഷിക്കുന്നില്ല. വർഷകാലങ്ങളിൽ കരകവിഞ്ഞൊഴുകിയിരുന്ന കൂട്ടാർ ഒരു വർഷം കൊണ്ടാണ് ഈ വിധമായത്. ഒരു വർഷത്തിനുള്ളിലാണ് ഇതുപോലായിപ്പോയത്. ഒരു വർഷക്കാലമായി പറയുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ആയിപ്പോയി. ഞാൻ ഉണങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യൻ ആകപ്പാടെ വെള്ളത്തിന് ക്ഷാമമായി. ഞങ്ങൾ ഒത്തിരി പേരെല്ലാം അവിടുന്ന് ഇവിടുന്ന് എല്ലാം അലക്കാനൊക്കെ വന്ന് ആൾക്കാരെല്ലാം അലക്കുകയും കുളിക്കുകയും എല്ലാ പരിപാടിയും ഇവിടെ ചെയ്തിട്ടുണ്ട്. 10-12 വർഷമായിട്ട് ഗ്രാമജ എന്ന് പറയുന്നതില്ല. ആറ്റി വെള്ളം വന്നാൽ ഈ പാറത്തിന് താഴെയുള്ള വെള്ളമേ വരുന്നുള്ളൂ. ഇതിന് മേളിൽ മറ്റേ ഇതിലൂടെ കടന്നു പോകാൻ നോക്കിയാൽ പാറത്തിന് മേളിൽ കൂടെ വെള്ളം ഉണ്ടായിരുന്ന സമയങ്ങളുണ്ട്. ഇപ്പം മഴയുമില്ല, വെള്ളവും ഇല്ല, ഒന്നുമില്ല. കാർഷിക വൃത്തി പ്രധാന ഉപജീവന മാർഗമായ മലയോര മേഖലകളിൽ കടുത്ത വരൾച്ചയിൽ കൃഷികളും ഉണങ്ങി നശിച്ചു. കടുത്ത വരൾച്ച മൂലം കർഷകരുടെ അധ്വാനവും ഫലമില്ലാതാവുകയാണ്. ഏക്കർ കണക്കിന് കൃഷിത്തോട്ടങ്ങളാണ് ഈ മാസങ്ങളിൽ കരിഞ്ഞുണങ്ങിയത്. പാവൽ, ഏലം, മറ്റു പച്ചക്കറികളും കരിഞ്ഞുണങ്ങി. ഏക്കർ കണക്കിന് കൃഷിത്തോട്ടങ്ങളിൽ കർഷകരുടെ കണ്ണീര് വീണു. പഞ്ചായത്ത് നേതൃത്വത്തിൽ കടുക്കാക്കുളം ജലസേചന പദ്ധതി ആരംഭിച്ച് മുൻ വർഷങ്ങളിൽ സമീപ മേഖലകളിൽ വെള്ളം എത്തിച്ചിരുന്നെങ്കിലും ഈ വർഷം ഈ കുളത്തിലും വെള്ളം താഴ്ന്നു. കല്ലാറിൽ സംഗമിക്കുന്ന കൂട്ടാർ വരണ്ടതോടെ ഒരു പ്രദേശമാകെ വരൾച്ചയുടെ പിടിയിലമർന്നു. വർഷകാലങ്ങളിൽ ഇരുകരയും നിറഞ്ഞൊഴുകിയിരുന്ന കൂട്ടാർ വേനൽക്കാലത്തേക്കും ഇത്തിരി ജലം കരുതി വെച്ചിരുന്നു. എന്നാൽ ഓരോ വർഷം കഴിയുന്തോറും വരണ്ട് ഇന്ന് ഈ പുഴയുടെ ഗതി ഇതായി മാറിയിരിക്കുന്നു. ഒരു പ്രദേശത്തിന്റെ ആകെ ജീവനാഡിയാണ് ഇല്ലാതായിരിക്കുന്നത്. ക്യാമറമാൻ ലിബിൻ കെ ഉമ്മനൊപ്പം ആതിര സുധാകരൻ, ന്യൂസ് 18 ഇടുക്കി.